ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. ഇന്ത്യയുടെ പ്രതിരോധശേഷി ലോക ശ്രദ്ധയാകർഷിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ പ്രതിരോധ സേനാ സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യൻ പ്രതിരോധ സേനയിൽ എല്ലാ മേഖലകളിലും ശക്തമായ വനിതാ സാന്നിധ്യമുണ്ടെന്നതിൽ അഭിമാനമുണ്ടെന്ന് അവർ പറഞ്ഞു. രാജ്യം ആദ്യം എന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ള അഭിമാനകരമായ കടമയാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്നതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം ഉയർത്തിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇരുസഭകളിലും പ്രതിഷേധം ഉയർത്തിയത്. ലോക്സഭയിൽ പ്രതിപക്ഷ എംപിമാരോട് സ്പീക്കർ ഓം ബിർല സീറ്റുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ വഴങ്ങിയില്ല. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നതിനെ തുടർന്ന് പിരിഞ്ഞ സഭ 12 മണിക്ക് വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടരുകയായിരുന്നു. ഇതേ തുടർന്ന് ജഗ്ദീപ് ധൻകർ സഭ നിർത്തിവച്ചു. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ചവാൻ രവീന്ദ്ര വസന്ത് റാവുവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സൊറൈൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്നുച്ചയ്ക്ക് റാഞ്ചിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ സോറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഝാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മുതിർന്ന നേതാവായ ഹേമന്ത് സൊറൈൻ ഇത് 4ാം തവണയാണ് മുഖ്യമന്ത്രിയാകുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 81 അംഗ നിയമസഭയിൽ INDI സഖ്യത്തിന് 56 സീറ്റുകൾ ലഭിച്ചിരുന്നു. ആരോഗ്യ കാർഷിക സർവകലാശാലകൾക്ക് കീഴിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇന്നൊവേഷൻ ആന്റ് എന്റർപ്രണർഷിപ്പ് വികസന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഹഡിൽ ഗ്ലോബൽ 6ാം പതിപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം കോവളത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ കഴിഞ്ഞ 8 വർഷങ്ങളിൽ വലിയ മാറ്റമുണ്ടായതായും സ്റ്റാർട്ടപ്പുകളിലൂടെ 62,000-ലേറെ പേർക്ക് തൊഴിൽ നൽകാൻ ഇതിലൂടെ സാധിക്കുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 55ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. വർണ്ണാഭമായ സമാപന ചടങ്ങുകൾ ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സത്യജിത് റായ് പുരസ്കാരം പ്രശസ്ത ഓസ്ട്രേലിയൻ സംവിധായകൻ ഫിലിപ്പ് നോയ്സിന് സമ്മാനിച്ചു. മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ മയൂരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. ഈ മാസം 20-ന് ആരംഭിച്ച മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 180ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 1 ഗോളിന് പിന്നിലാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരള തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തി. അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷനുകൾ അർഹതപ്പെട്ടവർക്ക് ഉള്ളതാണെന്നും ഉദ്യോഗസ്ഥർ അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ക്ഷേമ പെൻഷൻ അവകാശമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വലിയ തുക ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ സാധാരണക്കാരുടെ അത്താണി കൈവശപ്പെടുത്തുന്നത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സപ്ലിമെന്ററി കരാർ ഒപ്പുവച്ചതായി മന്ത്രി VN വാസവൻ. പുതിയ കരാർ അനുസരിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ 2028ഓടെ കമ്മീഷൻ ചെയ്യത്തക്ക വിധത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പഠിക്കാനും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യുന്നതിനും ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വസ്തുവിന്റെ നിലവിലെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവയും ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികളും കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.